ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതിന് എന്റെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടെന്ന് അവളിപ്പോ തിരിച്ചറിയില്ല. കാരണം അവളുടെ മാറ്റം ചെറുതല്ല. എനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ശരവണൻ ചിന്തിച്ചിട്ടുണ്ടോ? ജീവൻ, രഘുവേട്ടൻ, എല്ലാവരും എന്നെ വിട്ടു പോയില്ലേ? അപ്പോഴൊക്കെ ഞാൻ ചേർത്ത് പിടിച്ചത് എന്റെ നിത്യമോളയാ. അവളെ സംരക്ഷിക്കാൻ വേണ്ടി ഏതൊരാളോടും ഞാൻ മുഖം മുറിഞ്ഞ് സംസാരിക്കുമായിരുന്നു. എത്ര വലിയ ബന്ധമായാലും ഞാൻ വെട്ടിമുറിക്കുമായിരുന്നു. എന്റെ കൂടെ നിൽക്കണ്ട. എന്റെ ഏറ്റവും വലിയ സങ്കടം എന്താണെന്നറിയോ? അവളെ ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയെന്ന് ചിന്തിച്ചു പോയി. പക്ഷെ ഇപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായത്. എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. അവളുടെ ചിന്തകളെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ എനിക്ക്. அம்மா முன்னாடியே நான் சொன்னேன், நித்யாமா இந்த மாதிரி சேஞ்ச் ஆவணையில அந்த ஜெயாரு ஏதோ பண்ணிருக்கு. கண்டிப்பா பண்ணிருக்கோம்மா. ദൈവങ്ങളോട് സങ്കടം പറയുന്നത് ഞാൻ നിർത്തി. ഇപ്പൊ എനിക്ക് സങ്കടം പറയാൻ അമ്മയുണ്ടല്ലോ എന്ന് പറഞ്ഞ പെണ്ണാണ് ശരവണ. അവള് അവളെ ഇപ്പൊ എന്റെ അടുത്ത് മായം കളിക്കുന്നത്. അതെനിക്ക് എങ്ങനെ പൊറുക്കാൻ പറ്റും? എത്ര നാള് ഞാൻ കൂടെ കൊണ്ട് നടന്നത്. അവൾ എന്റെ ജീവിതത്തിൽ എത്തിയതിനു ശേഷം അവള് ചിരിക്കുമ്പോഴേ ഞാൻ ചിരിച്ചിട്ടുള്ളൂ. അവള് കരഞ്ഞപ്പോഴെല്ലാം ഞാനും കരഞ്ഞിട്ടുണ്ട്. എന്നിട്ടിപ്പോ ഞാൻ അവളുടെ മുൻപിൽ ഒരു തെറ്റുകാരിയാണ്. ഈ വീടിനെയും നാടിനെയും എല്ലാം ഇല്ലാതാക്കിയ ഒരുത്തനാ ജയാർ എന്ന പേരിൽ വേഷം കെട്ടി നടക്കുന്നത്. അവനെ കുറിച്ച് ആരും എതിർത്ത് സംസാരിക്കാൻ പാടില്ല. അത്രയ്ക്ക് അങ്ങ് അടിമയായി പോയോ അവള്? എന്നെ കൊണ്ട് അവളെ വെറുക്കാൻ പോലും പറ്റുന്നില്ലല്ലോ. ദൈവം പല രൂപത്തിലും എന്നെ പരീക്ഷിച്ചിട്ടുണ്ട്. ഇപ്പൊ അവളുടെ രൂപത്തിലും. ഇതുവരെയുള്ള പരീക്ഷണങ്ങളിൽ ഒന്നും ഞാൻ ചത്തുപോയില്ല. പക്ഷെ എന്നെ കൊല്ലാൻ അവൾക്ക് പറ്റും. അതിന് അവൾക്കേ പറ്റും.